അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് ഏതാണ്ട് പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ്. അപ്പോൾ കോൺഗ്രസിന് വലിയൊരു ആത്മവിശ്വാസമുണ്ട്. UDF-ൽ തങ്ങൾ വീണ്ടും ഭരണത്തിലേക്ക് എത്താനായിട്ട് സാധിക്കുമെന്നുള്ള വിശ്വാസം. പക്ഷേ ഇവിടെ മുസ്ലിം ലീഗ് മറ്റൊരു ആവശ്യം ഉന്നയിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് കഴിഞ്ഞ തവണത്തെ പോലെ 25 സീറ്റ് കിട്ടിയാൽ പോരാ, 30 സീറ്റ് വേണം. മലബാർ പാർട്ടി അല്ല ഞങ്ങൾക്ക് തെക്കൻ കേരളത്തിലും കൂടുതൽ സീറ്റുകൾ വേണം. ഇതാണ് ആവശ്യം ഉന്നയിക്കുന്നത്. മാത്രമല്ല, ഞങ്ങൾ കൂടുതൽ ക്രൈസ്തവ ഹൈന്ദവ വിഭാഗത്തിലുള്ളവരെ സ്ഥാനാർത്ഥികളാക്കാൻ പോകുന്നു. ഞങ്ങൾ മുമ്പ് കുന്നമംഗലത്ത് 2001-ലും 2016-ലും 2021-ലും ഒക്കെ UC രാമനെ നിർത്തിയാണ് ജനറൽ സീറ്റിൽ പോലും പട്ടികജാതി വിഭാഗത്തിലുള്ള ആളുകൾക്ക് സീറ്റ് നൽകി തുടങ്ങിയ കാര്യങ്ങളൊക്കെ ലീഗ് പറയുന്നുണ്ട്. പക്ഷേ ലീഗിൻ്റെ ഈ നീക്കം എന്ന് പറയുന്നത് കോൺഗ്രസ്സിന് ഉള്ള ഒരു അപായ സൂചന കൂടിയാണെന്നും വിലയിരുത്തപ്പെടുന്നു. മാഷ് എങ്ങനെ ഇതിനെ കാണുന്നത്? അല്ല, അങ്ങനെ അപായകരമാണെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ ലീഗ് അതിൻ്റെ നിലപാടുകളിൽ അടിസ്ഥാന മാറ്റം എന്നൊന്നും പറഞ്ഞുകൂടാ. അവരിപ്പോൾ നോൺ മുസ്ലിംസിനെ നിർത്തി എന്ന് പറയുന്നത് സംവരണ സീറ്റുകളിലാണ് കാര്യമായിട്ട്. പിന്നെ ഇപ്പോൾ ആകെ ഇപ്പോൾ മലപ്പുറം ജില്ലാ പഞ്ചായത്തിലേക്ക് ഒരു സീറ്റ് ജനറൽ സീറ്റിൽ നിർത്തി ജയിപ്പിച്ചു. അത് നേരത്തെ ഉണ്ടായിരുന്ന ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ടല്ലോ, AP ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്നത് ദളിത് ലീഗിന്റെ നേതാവായിരുന്നു. അദ്ദേഹത്തിന്റെ മോളാണത്, അഡ്വക്കേറ്റ് സ്മിജി എന്ന് പറയുന്നത്. അപ്പൊ അതൊക്കെ ഒരു പ്രത്യേക പരിഗണനയും രാഷ്ട്രീയമാണ്. UC രാമനും KP രാമനും അതിനുശേഷം വന്ന AP ഉണ്ണികൃഷ്ണൻ ഇവരൊക്കെ തന്നെ ഈ ദളിത് ലീഗിന്റെ വഴിയിൽ വന്നവരാണ്. അതല്ലാതെ ഇപ്പോൾ മുസ്ലിം ലീഗ് മറ്റ് സമുദായങ്ങൾക്ക് പ്രാതിനിധ്യം കൊടുക്കാനും അവരെ മത്സരിപ്പിക്കാനും അവരെ നിയമസഭയിൽ എത്തിക്കാനും ഒന്നും ലീഗ് വേണ്ടല്ലോ. അത് ലീഗ് അതിനുവേണ്ടി ശ്രമിക്കുന്നു ഞാൻ തോന്നുന്നില്ല. അതൊരു അടിസ്ഥാനപരമായി തന്നെ അവരെ നയത്തിനും നിലപാടിന് എതിരുമാണ്. പക്ഷെ ഇപ്പോൾ ലീഗിൻ്റെ ഒരു പ്രശ്നം, ലീഗിന് ഒരു ഓൾ കേരള പാർട്ടി ആവണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. അതിൻ്റെ ആഗ്രഹത്തിൻ്റെ പിന്നിൽ ഒരു പക്ഷേ കോൺഗ്രസിനോടൊപ്പം കുറെ കൂടി ശക്തി വർദ്ധിപ്പിച്ചിട്ട് കോൺഗ്രസ്സിന് സ്ഥിരം സീറ്റുകൾ എന്ന് പറയാനൊന്നും ഉള്ളതൊക്കെ കൈവിട്ടു പോകുന്ന കാലത്ത് സ്ഥിരം സീറ്റുകൾ കയ്യിലുള്ളത് നിലനിർത്തിക്കൊണ്ട് കൂടുതൽ മേഖലകളിലേക്ക് ശക്തി വികസിപ്പിക്കാനുള്ള, ശക്തി പിടിച്ചെടുക്കാനുള്ള, വ്യാപിപ്പിക്കാനുള്ള ഒരു ശ്രമമായിരിക്കണം അതിൻ്റെ പിന്നിൽ നിന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ അതേസമയത്ത് അവരോട് തിരിച്ച് മുസ്ലിം ലീഗ് ഇപ്പോൾ ചോദിക്കുന്നത് ഞാൻ കേട്ടു. അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട്, തെക്കൻ കേരളത്തിലും ഞങ്ങൾക്ക് സ്വാധീനം വേണം. ആരാ അവരുടെ സ്വാധീനം ഇല്ലാതാക്കിയത്? ഇനി പോട്ടെ, തെക്കൻ കേരളത്തിൽ മാത്രമല്ല, ഇപ്പോൾ അവർ അക്ഷരാർത്ഥത്തിൽ ഏറെക്കുറെ ഒരു മലബാർ പാർട്ടി എന്നും പറഞ്ഞുകൂടാ. ഇപ്പോൾ അക്ഷരാർത്ഥത്തിൽ മലപ്പുറം പാർട്ടിയാണ്. മലബാറിൽ അവർക്ക് ഉണ്ടാകുന്ന സീറ്റുകൾ, ഇപ്പോൾ ആ കാസർഗോട്ടെ ഒരു സീറ്റ് ഒഴിച്ചാൽ അവർക്ക് കണ്ണൂർ ജില്ലയിൽ സീറ്റ് ഉണ്ടായിരുന്നല്ലോ, പെരിങ്ങളം സീറ്റ് അവർ എവിടെ വെച്ചാൽ കളഞ്ഞത്? ഇപ്പോൾ അത് കുത്തുപറമ്പ് സീറ്റാണ്. മണ്ഡലത്തിൻ്റെ പേര് മാറി എന്നല്ലാതെ അവർക്ക് കണ്ണൂർ ഇപ്പോൾ അവർക്ക് സീറ്റില്ല. അഴീക്കോട് ഷാജി മത്സരിച്ച് തോറ്റതാണ്. അപ്പോൾ കണ്ണൂരിലെ സീറ്റുകൾ കളഞ്ഞു. കാസർഗോട്ടെ ഒരു സീറ്റ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നുള്ള ഒഴിച്ചാൽ, കാസർഗോട്ട് ഒന്നിലേറെ ഉണ്ടായിരുന്നു, മഞ്ചേശ്വരം സീറ്റ് ഉണ്ടായിരുന്നു അവർക്ക്. അപ്പോൾ ഇത് കളഞ്ഞു വിളിച്ചതാണ്. വയനാട്ടിൽ കൽപ്പറ്റ ഉണ്ടായിരുന്നു അവർക്ക്, അതില്ല. ഇപ്പോൾ പാലക്കാട്ട് ഇപ്പോൾ ഒരു മണ്ണാർക്കാട് മാത്രമാണ് നിലനിൽക്കുന്നത്. എറണാകുളം ജില്ലയിൽ മട്ടാഞ്ചേരിയും കളമശ്ശേരിയും ഉണ്ടായിരുന്നു അവരുടെ കയ്യിൽ. അപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ ഗുരുവായൂരുണ്ടായിരുന്നു കയ്യിൽ. അപ്പോൾ ഇതൊക്കെ ലീഗിൻ്റെ സീറ്റ് നേരത്തെ ഉള്ളത് ഒരു മലബാർ പാർട്ടി എന്ന മേൽവിലാസം തന്നെ നിലനിർത്താൻ പറ്റാത്ത സമയത്താണ് അവർ ഓൾ കേരള പാർട്ടി ആവാൻ ശ്രമിക്കുന്നത്. ഓൾ കേരള പാർട്ടി ആവാൻ ശ്രമിച്ചിട്ടാണല്ലോ ഇപ്പോൾ പുനലൂർ സീറ്റ് വാങ്ങിച്ചിരുന്നത്. എന്ത് പറ്റി? ഇവരുടെ കയ്യിലുണ്ടായിരുന്ന അവരുടെ ഏറ്റവും പ്രമുഖനായ, സംസ്ഥാനത്ത് തന്നെ വലിയൊരു നേതാവായിരുന്ന യൂനുസ് കുഞ്ഞിൻ്റെ സ്വന്തം തട്ടകമായിരുന്നല്ലോ ഇരവിപുരം. അവിടെ ഒരിക്കൽ PKK ബാബു ജയിച്ചത് ഒഴിച്ചാൽ പിന്നെ ഈ യൂനുസിനെ, സാക്ഷാൽ യൂനുസ് കുഞ്ഞിനെ തന്നെ കൊണ്ടുപോയി MLA ആക്കുന്നത് മലപ്പുറത്ത് നിന്നാണ്. ഓർമ്മയില്ലേ? മലപ്പുറത്ത് നിന്നാണ് യൂനുസ് കുഞ്ഞ് MLA ആണ് എന്ന് പറഞ്ഞാൽ ഇരവിപുരത്തുകാരനായ യൂനുസ് കുഞ്ഞിന് പോലും അവിടെ ജയിക്കുമെന്നുള്ള ആത്മവിശ്വാസം ഇല്ലാതായി. തിരുവനന്തപുരത്തുണ്ടായിരുന്നല്ലോ നാവായിക്കുള റഷീദ് ഉൾപ്പെടെ, കഴക്കൂട്ടം ഉൾപ്പെടെയുള്ള മണ്ഡലം ഉണ്ടായിരുന്നവർക്ക്. അപ്പോൾ കൊല്ലത്തുണ്ടായിരുന്നു. കോട്ടയം ജില്ലയിൽ മാത്രമാണ് എൻ്റെ ഓർമ്മയിൽ മുസ്ലിം ലീഗ് ജയിച്ച സീറ്റ് ഇല്ലാത്തത്. ഇടുക്കിയിലില്ല. ഇടുക്കിയിൽ എനിക്ക് തോന്നുന്നു മുനിസിപ്പൽ ചെയർമാൻ വരെ ഉണ്ടായിരുന്നു. തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ ആയിരുന്നു ഒരിക്കൽ ഒരു MP ഷൗക്കത്ത് അലി സാഹിബ്, മറ്റേക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ ഇതൊക്കെ ഉണ്ടായിരുന്ന ഒരു ഓൾ കേരള പാർട്ടി ആയിരുന്ന ഒരു പാർട്ടി ചുരുങ്ങി വന്ന് മലപ്പുറം പാർട്ടി ആയിരിക്കുന്ന സമയത്താണ് അവർ ചോദിക്കുന്നത് ഞങ്ങൾ ഓൾ കേരള ആവണം. അത് മുസ്ലിം ലീഗ് ഒരു കൈവിട്ട കളിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. സാർ എങ്ങനെ കാണുന്നു എനിക്ക് അറിഞ്ഞുകൂടാ. മുസ്ലിം ലീഗ് കൈവിട്ട കളിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇപ്പം UDF-നകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകകക്ഷി മുസ്ലിം ലീഗ് അല്ലേ? അതെ. ഇതിനകത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അവർ ചോദിക്കുന്നതിനകത്ത് കാര്യമുണ്ട്, ചോദിച്ചാൽ കൊടുത്തേ മതിയാവത്തുള്ളൂ. ഏതാണ്ട് 97 സീറ്റ് മത്സരിക്കുന്ന, പെട്ടെന്ന് നമ്മൾ ചർച്ചയിൽ പറഞ്ഞിട്ടുള്ളത് 97 സീറ്റിൽ കഴിഞ്ഞ പ്രാവശ്യം, അതിൻ്റെ മുമ്പത്തെ പ്രാവശ്യം ദീർഘകാലം കൊണ്ട് മത്സരിക്കുന്ന കോൺഗ്രസ് ജയിക്കുന്ന 21 സീറ്റിലാണ്. ആ സ്ഥാനത്താണ് 25 സീറ്റിൽ മത്സരിക്കുന്ന MLA ഇപ്പോൾ 15 ഉണ്ട്. അവർക്ക് 15 എന്നുള്ളത് കുറഞ്ഞു പോയതാണ് കഴിഞ്ഞ പ്രാവശ്യം. അവർക്ക് 18, ഈ 25 മത്സരിക്കും 10-18 MLA-മാർ വരുന്നത്. അവരുടെ സ്ട്രൈക്കിംഗ് റേറ്റ് എത്ര സാറേ? അവർക്ക് മലബാറിനപ്പുറം പലയിടത്തും ജയിക്കാൻ സാധിക്കണം, അല്ലെങ്കിൽ അങ്ങനെ സാധിച്ചേ മതിയാവൂ. ഇനി ജയിച്ചില്ലെങ്കിൽ ഞങ്ങൾ എല്ലായിടവും മത്സരിക്കുന്നുണ്ട് എന്ന് വരുത്തി തീർക്കേണ്ട ഒരു അവസ്ഥയിലേക്കുണ്ട്. കാരണം നാളെ കാലത്തെ അവർ സ്വപ്നം കാണുന്നതെന്നറിയോ? കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് മുസ്ലിം ലീഗിൻ്റെ
ഒരു അല്ലെങ്കിൽ ഒരു MLA മുസ്ലിം ലീഗിന്റെ മുഖ്യമന്ത്രി ആവണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതിനകത്ത് ഈ സാധിക്കാൻ പറ്റുന്നത് UDFന്റെ ഭാഗത്ത് നിന്ന് മാത്രമേ ഒക്കത്തുള്ളൂ. ആ രീതിയിലേക്ക് കാര്യങ്ങൾ ഉരുത്തിരിക്കാനാണ് അവർ ശ്രമിക്കുന്നത്. അവർക്ക് ഫിക്സഡ് ഡിപ്പോസിറ്റ് ആണല്ലോ അവരിപ്പോൾ നിൽക്കുന്ന മലപ്പുറം. അവർക്ക് അവരെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഒരു പാർട്ടിയുടെയും സഹായമില്ലാതെ ഈ MLA-മാരെ നേരത്തെയൊക്കെ നോക്കിയില്ലേ, ഉപദ്രവിക്കാൻ പറ്റും. എത്ര 30,000 നിന്ന് 3,000 വരെ കുറയ്ക്കാൻ പറ്റും, എന്നാലും തോപ്പിക്കാൻ പറ്റത്തില്ല. 30,000 CPM ആവശ്യം പോലെ നോക്കിയപ്പോഴും ബാക്കി എല്ലാവരും മാറി നിന്നപ്പോഴും അവരെ തോപ്പിക്കാൻ പറ്റുന്നില്ലല്ലോ. 3 വോട്ടിന് ജയിച്ചാലും 3,000 വോട്ടിന് ജയിച്ചാലും 30,000 വോട്ടിന് ജയിച്ചാലും MLA അപ്പോഴും ഈ ലീഗിനെ തോപ്പിക്കാൻ അവർ അതിവ്യാപകമാക്കാൻ നോക്കുന്നു. സാറ് പറയുന്ന പോലെ നടക്കത്തില്ല എന്ന് പറഞ്ഞില്ല, പണ്ടൊന്നും നടന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് എത്ര വട്ടം ജലന്തി ചാടിയ നൂല് കെട്ടുന്നത് എന്നുള്ള അർത്ഥം നോക്കിയാൽ മതി. അപ്പം ആ രീതിയിൽ നടത്തി നോക്കത്തുള്ളൂ. അത് അനുവദിച്ചു കൊടുക്കാനും നിർബന്ധിതമാവും കോൺഗ്രസ്. കാരണം കോൺഗ്രസിനിപ്പം എവിടെല്ലാം നടന്ന ഈ അടുത്ത പ്രാവശ്യം ഒരു ഭരണത്തിന് വേണ്ടി പാടുപെടുന്നത് ഏതാ വിശ്വപുരം ചന്ദ്രശേഖരൻ, അങ്ങനെ തിരുവനന്തപുരത്ത് എങ്ങാണ്ടുള്ളത്, അവൻ്റെ പുറകെ പോയി അവൻ വേണ്ടെന്ന് പറഞ്ഞു. അൻവറിനെ നമ്മൾ പറയത്തില്ലയോ, എല്ലാത്തിൻ്റെയും കാഷ്ടം കഴിക്കുന്ന കാക്കയുടെ കാഷ്ടം ആരും കഴിക്കത്തില്ലെന്ന്. ആ കാക്കയുടെ കാഷ്ടം ഇപ്പം VD സതീശൻ കഴിച്ചേക്കും. അൻവറിനെ പോയി കഴിഞ്ഞ ദിവസം കെട്ടിപ്പിടിച്ചു. എന്നാലെങ്കിലും ഈ പ്രാവശ്യം ഒരു സാധ്യതയും ഇവർ പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് ശേഷം ഇവർക്കങ്ങ് പ്രതീക്ഷയായി. മനസ്സിലായില്ലേ? ആ പ്രതീക്ഷയ്ക്കൊത്ത് കഴിഞ്ഞ ദിവസം പറയുന്നു ഞങ്ങൾ 50% സ്ത്രീകൾക്ക് കൊടുക്കും, 50% യുവാക്കളെ കണ്ടെത്തും. ഇതൊക്കെ പല തീരുമാനങ്ങളും UDF പലവട്ടം എടുത്തിട്ടുണ്ട്. പക്ഷേ താഴെ തട്ടിലൂടെ നടത്താൻ അല്ലെങ്കിൽ വരുമ്പോൾ ബാക്കി 2 പാർട്ടിക്ക് ഇതൊക്കെ നടക്കും. അവർക്ക് ഏറ്റവും ആദ്യം CPM നടക്കും. എത്ര പറയുമ്പോഴും CPM നമ്മൾ പറയുന്ന കണക്ക് മാറി നിൽക്കാൻ പറയുന്നവൻ മാറി നിൽക്കും. നമ്മൾ വേറെ പുറത്തെ സുധാകരനെ മാറ്റി നിർത്തിയില്ലേ, ഐസക്കിനെ മാറ്റി നിർത്തിയില്ലേ. നമുക്ക് പുറത്ത് പറയാതെ പിണറായി വിജയന്റെ ധാർഷ്ട്യമോ അല്ലെങ്കിൽ അയാളുടെ താല്പര്യം, ഏത് താല്പര്യമായാലും പാർട്ടി തീരുമാനം നടപ്പാക്കൂ. പക്ഷെ കോൺഗ്രസിനകത്ത് നടക്കൂ. അല്ലെങ്കിൽ ഇപ്പം ഈ നമ്മൾ നോക്കാം, ഈ 50% സ്ത്രീകൾ അല്ലെങ്കിൽ ചെറുപ്പക്കാരെ കൊണ്ടുവരട്ടെ ആ പാർട്ടിക്ക് എന്നുള്ള അങ്ങനെ മത്സരിപ്പിക്കാൻ അല്ലെങ്കിൽ സ്ഥാനാർത്ഥികളെ തീരുമാനിച്ച് വരുമ്പോൾ ബാക്കിയുള്ളവർ മാറിക്കൊടുക്കും. തിരുവഞ്ചൂർ ഒന്ന് മാറിക്കൊടുക്കുമോ മരിക്കാതെ? VD സതീശൻ അവിടെ നിന്ന് മാറിക്കൊടുത്ത് മത്സരിക്കട്ടെ. രമേശ് ചെന്നിത്തല അങ്ങ് അവിടുന്ന് ഒന്ന് മാറട്ടെ. അല്ല ഈ മുതിർന്ന നേതാക്കൾ ഇവർ മാറിയാൽ വേറെ കാര്യമുണ്ട്. ഇനി ഇവർ മാറിയാലുള്ള കുഴപ്പമെന്ന് പറയും, ആ സീറ്റ് അതോടുകൂടി പോവും. കോന്നിയിൽ നിന്ന് പ്രകാശ് മാറിയപ്പോൾ കോന്നിയിൽ ഇനി ജയിക്കുന്ന ഒരവസ്ഥ പറഞ്ഞാൽ പ്രകാശ് തിരിച്ചു വരണം. കാരണം തമാശയല്ല, ജനകീയ MLA ആയതുകൊണ്ടായിരിക്കും VD സതീശൻ ജയിക്കുന്നത്. CPM-ന്റെ സീറ്റ് അത് കേട്ടോ. CPM അപ്രമാദത്തോടെ ഈ ഇദ്ദേഹം അവിടെ നിന്നിട്ട് അവിടുത്തെ CPM-മാരും BJP-കാരും എല്ലാം പുള്ളിയുടെ സ്വന്തം. രമേശ് ചെന്നിത്തലയുടെ അവസ്ഥയിൽ അവിടുന്ന് മാറിയാൽ പിന്നെ അവിടെ കോൺഗ്രസ് നേരത്തെ ജയിക്കത്തില്ല. ഇവിടുത്തെ തിരുവഞ്ചൂർ രാഷ്ട്രീയ അവസ്ഥ എന്തോ കോട്ടയത്ത് അവിടുന്ന് അയാൾ മാറിയപ്പോൾ വാസന ജയിക്കും. കരുനാഗപ്പള്ളിയുടെ അവസ്ഥ എന്തോ. അപ്പൊ ഈ ഒരു അവസ്ഥയിനകത്തുനിന്ന് ഈ 22 നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ഉമ്മൻചാണ്ടി അധികാരത്തിൽ വരുമ്പോൾ UDF-ന് അല്ലെങ്കിൽ കോൺഗ്രസിന് 38 സീറ്റുള്ള സമയത്ത് LDF-ന് 44 സീറ്റുണ്ട്. അതിനുശേഷം ഈ പറഞ്ഞ 2 പിണറായി സർക്കാരിന് ആദ്യത്തെ പ്രാവശ്യം 97 മത്സരിക്കുമ്പോൾ 21, അന്നേരം 62 സീറ്റ് CPM-ന് മാത്രം. ഇപ്പൊ 92-ൽ അല്ലെ രണ്ടാമത്തെ പിണറായി സർക്കാർ വരുമ്പോൾ 22-ലേക്ക് വന്നു, 66-ലേക്ക് CPM പോയി. ഈ അവസ്ഥയിൽ ലീഗിന്റെ MLA-മാർക്ക് വ്യത്യാസമൊന്നുമില്ല. അപ്പൊ ലീഗ് ചോദിച്ചാൽ വേണമെങ്കിൽ കൊടുത്തേ മതിയാവത്തില്ല. ഞാൻ പറയുന്നത് വെള്ളാപ്പള്ളി പറഞ്ഞ, നമ്മൾ ഇതിനകത്ത് ഒരു കാര്യം കൂടെ, വെള്ളാപ്പള്ളി പറഞ്ഞ ഒരു കാര്യമുണ്ട്, ലീഗിന്റെ അപ്രമാദിത്വമായിരിക്കും UDF വന്നാൽ. അല്ലെങ്കിൽ ക്രിസ്ത്യാനിയുടെ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഈ കേരള കോൺഗ്രസ് പാർട്ടി ഇപ്പൊ ഇല്ലല്ലോ, അതിനകത്ത് ആരുടെ അപ്രമാദിത്വം പറയാൻ പറ്റത്തില്ല. അപ്പൊ അപ്രമാദിത്വം, അപ്പം അതിനെ അതിജീവിക്കേണ്ട ഒരു കാര്യം കൂടി ലീഗിനുണ്ട്. ഞങ്ങൾ എല്ലായിടും ഉള്ള പാർട്ടിയാണ്, വടക്ക് മാത്രമുള്ള പാർട്ടിക്ക് മുഖ്യമന്ത്രി തീരുമാനിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരുമോ എന്നുള്ള പറച്ചിൽ മാറ്റി വേണ്ടി മുമ്പേ എറിഞ്ഞു പോകുന്നു. ഭാവിയില്ലേ സാറ് പറഞ്ഞത് ശരിയാണ്. അതിലിപ്പോ വെള്ളാപ്പള്ളി പറഞ്ഞത് ലീഗിന്റെ അപ്രമാദിത്വം എന്ന് പറയുന്നത് ശരിയാണ്. ഞാൻ നോക്കുമ്പോൾ ലീഗ് UDF-ന്റെ കൂടെ ഭരിച്ച കാലത്തൊക്കെ കേരള ബജറ്റിന്റെ ഒരു 60% കൈകാര്യം ചെയ്തിരുന്ന വകുപ്പുകൾ ലീഗിന്റെ കയ്യിലാണ്. അതാണ് അപ്രമാദിത്വം, ഒരു പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ഒരു കാഡർ സ്വഭാവമുള്ള, ചോദ്യം ചെയ്യപ്പെടാത്ത ലീഡർഷിപ്പുള്ള ഒരു പാർട്ടി എന്നുള്ള നിലയിൽ കോൺഗ്രസിന്റെ മേലെ എപ്പോഴും പ്രശ്നങ്ങൾ തീർക്കുന്നവരാ ഈ കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ ഒരു ഏർപ്പാടുണ്ട്. അതേസമയത്ത് സാറ് പറഞ്ഞ ഒരു കാര്യം എനിക്ക് തോന്നുന്നില്ല അവരുടെ അജണ്ടയിലില്ല. എന്താ വെച്ചാൽ മുഖ്യമന്ത്രി പദവി ചോദിച്ചു കളയാം എന്നൊന്നും ഇപ്പോൾ അവർ വിചാരിക്കില്ല. കാരണം അതൊരിക്കൽ മാത്രമേ ഏതാനും മാസം CH മുഹമ്മദ് കോയ മുഖ്യമന്ത്രി ആയിട്ടുള്ളൂ. അതിന്റെ സാഹചര്യം എന്താണെന്നറിയോ? അത് കക്ഷികളുടെ എണ്ണം അല്ലെങ്കിൽ സീറ്റിന്റെ എണ്ണം നോക്കിയിട്ടൊന്നുമല്ല. സർവരാലും സ്വീകാര്യനായ എല്ലാ പാർട്ടിക്കാർക്കും, മുതിർന്ന നേതാക്കന്മാർക്ക് പ്രത്യേകം സ്വീകാര്യനായ ഒരു നേതാവായിട്ട് അന്ന് CH മുഹമ്മദ് കോയ ഉള്ളത് വേണ്ട. കുഞ്ഞാലിക്കുട്ടിക്ക് ആ ഒരു സ്വീകാര്യത ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കോംപ്രമൈസിൽ പ്രശ്നങ്ങൾ തീർക്കാൻ ചിലപ്പോൾ മധ്യസ്ഥനായിട്ടൊക്കെ വിളിച്ചു എന്നല്ലാതെ. അതുകൊണ്ട് ഇപ്പോൾ ലീഗ് ഉദ്ദേശിക്കുന്നത്
കുറച്ചുകൂടി സീറ്റ് വേണമെന്ന് അവർ ചോദിക്കുന്നുണ്ടാവും. കാരണം ലീഗിനകത്തും ഒരുപാട് ചെറുപ്പക്കാർ, സ്ത്രീകൾ, പുതിയ കുട്ടികൾ, അവർക്കൊക്കെ സീറ്റുകൾ ചോദിക്കുന്നുണ്ട്. അധികം പേരെ എന്ത് പറഞ്ഞ പോലെ ലീഗിൽ മാറ്റി നിർത്താൻ പറ്റില്ല സാറേ. അങ്ങനെയും പ്രശ്നമുണ്ട്. ലീഗിൽ മാറ്റി നിർത്തിയ എളുപ്പമൊക്കെ ഒന്നുമല്ല. വൈകാരികമായിട്ടൊക്കെയുള്ള പല പല പ്രശ്നങ്ങളും ഉണ്ടാവും. അല്ല, ഈ കേരളത്തിൽ ഇപ്പോൾ ഒരു പ്രശ്നം തരാം. കേരളത്തിൽ അധികാരമില്ലാതെ നിലനിൽക്കാൻ കഴിയാത്ത പാർട്ടി ഏതാണെന്ന് ചോദിച്ചാൽ മുസ്ലിം ലീഗാണ്. 10 വർഷക്കാലമായിട്ട് അധികാരത്തിന് പുറത്താണ് മുസ്ലിം ലീഗ്. ഇനി അത് പറ്റില്ല. KM ഷാജിയെ പോലെയുള്ള ഒരു നേതാവ് പ്രസംഗിച്ച് പറഞ്ഞത് കഴിഞ്ഞ 9 വർഷമായിട്ട് നമ്മുടെ സമുദായത്തിന് ലഭിക്കേണ്ട അവകാശങ്ങളൊക്കെ ഇവിടെ നിഷേധിക്കപ്പെടുകയാണ്. അത് തിരിച്ചെടുക്കാൻ വേണ്ടി മതത്തിന്റെ പേരിൽ നമ്മൾ എന്ത് ചെയ്യും? വളരെ കൃത്യമാണ് അവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ആ അപ്രമാദിത്വം നിലനിർത്താൻ ഒരുപക്ഷെ ഒരു ഉപമുഖ്യമന്ത്രി സ്ഥാനം ലീഗ് ചോദിച്ചിട്ടില്ല ഇല്ലെന്ന് പറയല്ല. കാരണം എന്താ പറയുക, UDF സർക്കാരിന്റെ കാലത്ത് കൊടുത്തിരുന്നു. UDF സർക്കാരിന്റെ കാലത്ത് ഈ KM മാണി, ഉമ്മൻചാണ്ടി ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് തർക്കമേ ഇല്ല. മുഖ്യമന്ത്രി ഉറപ്പിച്ചോളൂ. അങ്ങനെ ഒരു അത്ര ഒരു സാധ്യതയിലേക്ക്, കാരണം 5ാം മന്ത്രിയെ വേണമെന്ന് പറഞ്ഞിട്ട് അവർ കാര്യം നേടിയെടുത്തവരാണ്. അതുകൊണ്ട് ഇത്തരത്തിലൊരു ഉപമുഖ്യമന്ത്രി സ്ഥാനം, കാരണം ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ അവർ എത്ര സീറ്റിൽ മത്സരിച്ച് എത്ര സീറ്റിൽ വിജയിക്കുന്നു. ഇവരിപ്പം പറയുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 500 പേരെ മത്സരിപ്പിച്ചതിൽ 400 പേരെ വിജയിപ്പിച്ചെടുക്കാൻ കഴിയുന്നു. ഏത്? മുസ്ലിം സമുദായത്തിൽ പെട്ടവരല്ലാത്തവരെ. ഇതാണ് ലീഗ് പറയുന്നത്. അപ്പൊ ഞങ്ങൾ മതേതര പാർട്ടിയാണെന്നാണ് അവർ ഉന്നയിക്കുന്നത്. എന്തായാലും മതേതര പാർട്ടിയാണെങ്കിലും അല്ലെങ്കിലും വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇവർ 30 സീറ്റ് ചോദിക്കുക എന്ന് പറഞ്ഞാൽ UDFനകത്ത് അടുത്ത അടി ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയുണ്ട്. മാത്രമല്ല ഈ KM മാണി വിഭാഗം ഇപ്പം ഇല്ല. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഞങ്ങൾ മാത്രമാണ് 2ാം കക്ഷി, ഞങ്ങൾക്ക് മേൽക്കൈ വേണം. ഈ കോൺഗ്രസിനുള്ളിൽ അടി ഉണ്ടാകുമ്പോൾ തീർക്കാൻ പാണക്കാട് തങ്ങൾ തന്നെ വരണം എന്നുള്ള ഒരു നിലപാടും അവർ വെക്കുന്നുണ്ട്. അപ്പം ഈ ചോദ്യങ്ങൾ, ആവശ്യങ്ങളൊക്കെ തന്നെ ന്യായമാണെന്ന് സമ്മതിക്കേണ്ടി വരും, അല്ലേ? തീർച്ചയായിട്ടും അത് UDF തീർച്ചയായിട്ടും യുക്തമായ തീരുമാനം എടുക്കുമായിരിക്കും. UDF തീരുമാനിക്കട്ടെ എന്നല്ല, ലീഗ് തീരുമാനിച്ചോളൂ. അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.